കനത്ത മഴയിൽ എടപ്പാൾ വെങ്ങിനിക്കരയിൽ മതിൽ തകർന്ന് അപകടം. സമീപത്തെ വീടിന്റെ മുകളിലേക്ക് വീണെങ്കിലും ആർക്കും പരിക്കില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം. വെങ്ങിനിക്കര മണ്ണായത്ത് വളപ്പിൽ ഷംസുദ്ദീന്റെ വീടിന്റെ മതിലാണ് തകർന്നു വീണത്. ഷംസുദ്ദീന്റെ വീടിന്റെ താഴെ ഭാഗത്തുള്ള പല്ലിയാലിൽ സൈനബയുടെ വീടിന്റെ മുകളിലേക്കാണ് കോൺക്രീറ്റ് മതിൽ വീണത്. സൈനബയുടെ അടുക്കള ഭാഗവും ജനൽ, ചിമ്മിനിക്കൂട്, സമീപത്തെ വിറകുപുര എന്നിവയും തകർന്നിട്ടുണ്ട്. മതിലിൽ വിള്ളൽ ഷംസുദ്ദീന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പെട്ടെന്ന് തന്നെ സൈനബയുടെ വീട്ടുകാരെ മാറ്റുകയായിരുന്നു. കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ മതിലിന് ചെറിയൊരു വിള്ളൽ കണ്ടപ്പോൾ ഞങ്ങൾ താഴെ പോയി നോക്കുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഒരു തള്ളിച്ച കാണുന്നത്. മതിലിനൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ താഴത്തെ വീട്ടുകാരെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു. ഇത് കൊടുന്ന് കുറച്ചിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മതിൽ പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം ഒന്നാകെ പൊട്ടിയത്. ഞങ്ങൾക്കൊരു 3 ലക്ഷം രൂപേൻ്റെ ചിലവ് സുമാർ നഷ്ടം ഉണ്ടാവും. ആളുകളെ മാറ്റി അധിക സമയമാകും മുന്നേ വലിയ ശബ്ദത്തോടെ മതിൽ തകർന്നു വീഴുകയായിരുന്നു. സൈനബയുടെ വീടിന്റെ നാശനഷ്ടങ്ങൾക്ക് പുറമെ 3 ലക്ഷത്തിലേറെ മതിലിന് ചിലവുണ്ട്. സംഭവം അറിഞ്ഞയുടൻ വാർഡ് മെമ്പർ KP റാബിയും സോക്കർ FC ക്ലബിലെ അംഗങ്ങളും സ്ഥലത്തെത്തിയത് 2 വീട്ടുകാർക്കും സഹായകമായി. NCV ന്യൂസ്, എടപ്പാൾ. വിക്ടറി ITI എടപ്പാൾ ബ്രാഞ്ചിലേക്ക് SSLC+2 കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റ് PSC അംഗീകൃത 1 വർഷ 2 വർഷ ITI കോഴ്സുകൾക്കും 2 വർഷ KGCE എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിക്ടറി ITI, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.